ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മൾ CA ഫൗണ്ടേഷനത്തിൽ പ്രൊപ്പോർഷൻസ് ആണ് പഠിക്കുന്നത് കേട്ടോ. CMAക്കകത്തും CAക്കകത്തുമുള്ള പ്രൊപ്പോർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പ്രൊപ്പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. യൂണിറ്റ് 2 ആണ് CA ഫൗണ്ടേഷൻ ടെസ്റ്റിനകത്ത്. ഓക്കെ, CMAക്കകത്ത് യൂണിറ്റ് 3 എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്യാം, അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കേട്ടോ. കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാണത്തില്ല മക്കളെ? ഓക്കെ, നമ്മൾ എന്താണ് യൂണിറ്റ് 2 ആണല്ലോ നോക്കണേ. പ്രൊപ്പോർഷൻസ് കൺസെപ്റ്റ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ കൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ ഒരു കൺസെപ്റ്റിന്റെ വീഡിയോ ഇതിന്റെ അകത്ത് നമ്മൾ ചോദ്യം കൂടി ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒത്തിരി ടൈം വരും, കൺസെപ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഓട്ടോമാറ്റിക്കലി എത്രമാത്രം കൺസെപ്റ്റ് നമുക്ക് തീർക്കാൻ പറ്റും നോക്കാം. ഓക്കെ, CMAക്കാരോട് സ്റ്റുഡൻസിനോട് ശ്രദ്ധിച്ചോ. രണ്ടുപേരും ഇപ്പൊ ടെസ്റ്റ് ഒന്നും തുറക്കണ്ട, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, equality of two or more ratios if four quantity A, B, C are said to be proportions. A, B, C, D are proportions. നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ജസ്റ്റ് എഴുതിയെടുത്തോ, നിങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ ഹെൽപ്പ് ഉണ്ടാവും. Equalities of two or more ratio, രണ്ടോ അതിലധികമായ റേഷ്യോസോ if four quantity A, B, C and D are said to be proportions. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെ? ജനറൽ ഫോർമുല A is to B proportion C is to D. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചുണ്ടോ, ഇവിടെ നമ്മൾ നടക്ക് 4 കുത്തു വന്നിട്ടുണ്ട് കേട്ടോ, പ്രൊപ്പോർഷൻ സൂചിപ്പിക്കാൻ വേണ്ടി. ഇത് നമ്മൾ റേഷ്യോ, ഇപ്പൊ രണ്ടോ അതിലധികമായിട്ടുള്ള റേഷ്യോസ്, റേഷ്യോസിന്റെ കമ്പാരിസൺ ആണ് ഇവിടെ, അല്ല ഇക്വാലിറ്റി ആണ്. മറ്റേ റേഷ്യോ ആണ് നമ്മൾ 2 or more ക്വാണ്ടിറ്റി എന്ന് പഠിച്ചത്. ഇവിടെ എന്താണ് വന്നത്? 2 or more റേഷ്യോസ് ആണ് വന്നത്. ഇവിടെ 4 quantities are said to be proportion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A is to B proportional to C is to D എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? A by B equal to C by D എഴുതാം, ഇഷ്യൂ ഇല്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് തന്നെയാണ് മക്കളെ? ഡിനോട്ട് ചെയ്താൽ ഇത് ഈക്വൽ അല്ലേ? ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് മറ്റേ അപ്പം AD ഈക്വൽ ടു PC നമുക്ക് ഇങ്ങനെ എഴുതാം ഇല്ലേ? എഴുത്തില്ലേ? ഇങ്ങനെ അത് വന്നതാ. ഈ എയും ഡിയും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഈ ബിയും സിയും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഈക്വലിന്റെ അപ്പുറം ഇപ്പുറമുള്ള സ്വഭാവം കേട്ടോ. അപ്പം ഇത് നമ്മൾ പറയുന്ന പ്രൊഡക്റ്റ് ഓഫ് എസ്റ്റീം ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മീൻസ് എന്നാണ് പറയുന്നത്. എന്താണ് മക്കളെ പറയുന്നത്? പ്രൊഡക്റ്റ് ഓഫ് എസ്റ്റീംസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മീൻസ്. ഓക്കെ, ഇതാണ് AD ഈക്വൽ ടു BC പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയാൻ ഡിനോട്ട് ചെയ്യുന്നത് ഇൻ ആൻ റേഷ്യോ ഓൾ ടേം ഷുഡ് ബി സെയിം കൈൻഡ്. റേഷ്യോയിൽ എന്തായിരിക്കണം? എല്ലാ കൈൻഡും എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. ശ്രദ്ധിച്ചോ? ഓക്കെ, നോട്ടായിട്ട് നമുക്ക് നോട്ട് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻ ആയിട്ട് അങ്ങനെ എഴുതാം. ഇൻ ആൻ റേഷ്യോയിൽ എന്താണ് മക്കളെ? എല്ലാ ടേമും എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഷുഡ് ബി
സെയിം കൈൻഡ്, എല്ലാം സെയിം കൈൻഡ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞു ഹൈറ്റ് ടു ഹൈറ്റ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, ഹൈറ്റും വെയിറ്റോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ. കിലോമീറ്റർ മീറ്ററോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഒന്നെങ്കിൽ മീറ്ററിനെ കിലോമീറ്റർ ആക്കിയിട്ടോ അല്ല കിലോമീറ്ററിനെ മീറ്റർ ആക്കിയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ മിനിറ്റും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒന്നെങ്കിൽ അവരുടെ മിനിറ്റ് ആക്കണമല്ല മിനിറ്റിനെ അവർ ആക്കിയിട്ട് രണ്ടിന്റെയും ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താക്കണം സെയിം ആക്കിയിട്ട് റേഷ്യോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഇൻ റേഷ്യോയിൽ അങ്ങനെയാണ്, ടൈം ഷുഡ് ബി സെയിം കൈൻഡ് ആയിരിക്കണം. but in case of proportional terms of ratio, ratio should be same kind. റേഷ്യോയിൽ എല്ലാ ടൈം ഷുഡ് ബി സെയിം കൈൻഡ് ആയിരിക്കണം, പക്ഷേ പ്രൊപ്പോർഷണൽ ടൈംസ് റേഷ്യോ ഷുഡ് ബി എന്തായിരിക്കണം, അതും സെയിം കൈൻഡ്, റേഷ്യോ സെയിം കൈൻഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇത് കൂടുതൽ കാര്യം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവട്ടോ. അതിന്റെ കൺസെപ്റ്റുള്ള ഐഡിയാസ് നിങ്ങൾക്ക് പിന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനുള്ള ഈ ഒരു നോട്ട്സ് തരുക എന്ന് പറയുന്നത്. അടുത്ത എന്ന് പറയുന്നത് ഇഫ് 3 ക്വാണ്ടിറ്റി A, B, okay, quantity okay, മക്കളെ ഓക്കെ ശരിയായി തന്നെ. ഓക്കെ കിട്ടിയില്ലേ, കാണാമെന്ന് വിചാരിക്കണം. കാണുന്നില്ല മക്കളെ, കാണാം. If 3 quantity അല്ലെ, 3 quantity A, B, C are said to be a proportion. 3 ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊപ്പോർഷണൽ ആണ് പറയാം. 3 ക്വാണ്ടിറ്റി സെറ്റ് ബി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും മക്കളെ ചെയ്യണേ, A is to B proportional to എന്താണ് B is to C എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ A by B equal to B by C എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് മൾട്ടിപ്ലൈ ചെയ്താൽ AC equal to B square എന്ന് വരും അല്ലെ, ഇൻറ്റു ചെയ്യുമ്പോൾ. അപ്പൊ B square equal to AC എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, സ്ക്വയർ റൂട്ട് ഓഫ് AC എന്നല്ല പറഞ്ഞേ. അപ്പൊ B കാണാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് AC ചെയ്താൽ മതി എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിച്ചോ, മീൻ പ്രൊപ്പോർഷണൽ കാണാൻ, എന്താണ് മെയിൻ പ്രൊപ്പോർഷണൽ കാണാൻ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് B ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് AC ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മീൻ പ്രൊപ്പോർഷണൽ ആണ് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് AC ചെയ്താൽ മതി. AC എന്ന് പറയുന്നത് എന്താണ് മക്കളെ, 3 റേഷ്യോക്കകത്തുള്ള തുടക്കത്തെ ആയത് അല്ലെ. 3 ക്വാണ്ടിറ്റി ആണ് തന്നേക്കണേ, അതിന്റെ പ്രൊപ്പോർഷൻ ആണ് കാണാൻ പറഞ്ഞേക്കണേ. നമുക്ക് ഇങ്ങനെയായിരിക്കും കാണുക. അപ്പൊ അതെങ്ങനെ വരും, B ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് AC വരും. അപ്പൊ അതിന് പറഞ്ഞ പേര് മീൻ പ്രൊപ്പോർഷൻ ആണ് പറയുന്നത്. മീൻ പ്രൊപ്പോർഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് BAC എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് മീൻ പ്രൊപ്പോർഷൻ പഠിച്ചു, അതേപോലെ ഒരു പ്രൊപ്പോർഷൻ ആണ് ഇനി പഠിക്കാനുള്ള എന്താ, കണ്ടിന്യൂസ്ഡ് പ്രൊപ്പോർഷൻ. എന്താണ് കണ്ടിന്യൂസ്ഡ് പ്രൊപ്പോർഷണൽ, സോറി കേട്ടോ നമുക്കൊന്നോട്ട്. ഓക്കെ മക്കളെ, ക്ലാസ്സസ് കുറെ എന്താണ് കണ്ടിന്യൂസ് പോയി എന്നാ തോന്നുന്നത്. കാരണം നമുക്ക് ഇടയ്ക്ക് ഞാൻ സ്ക്രീൻ കട്ടായി പോയി കഴിഞ്ഞ് പിന്നെ ക്ലാസ് എടുത്തപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, വീഡിയോ എന്ത് ചെയ്യാൻ പറ്റി, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. മനസ്സിലാവാത്ത ഏരിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നോടൊന്ന് ചോദിച്ചാൽ മതി, മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഈ ചാപ്റ്റർ എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന്
മാറിപ്പോയതാണ്. ഓക്കെ, ഇത് നമ്മൾ എടുത്താണ് പ്രൊപ്പോർഷൻ ഫസ്റ്റ് ഭാഗം മീൻ പ്രൊപ്പോർഷൻ വരെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് പ്രൊപ്പോർഷൻസ് ഒന്നുമില്ല മക്കളെ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു എഫ് ബൈ എഫ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആ റേഷ്യോസ് നമ്മൾ കണ്ടിന്യൂസ് ആയി പോകണം. ഇൻവെർട്ടറിന് വെച്ചാൽ ഒന്നുമില്ല മക്കളെ, തലതിരിച്ചിടുക. ഇപ്പൊ എ ടു ബി ഈക്വൽ ടു സി ടു ഡി ആണെങ്കിൽ അതെന്താണ് ബി ടു എ ഈക്വൽ ടു സി ഡി ടു സി എന്ന് വരും ഉത്തരം. ആ ബോക്സിലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, മറക്കാൻ പാടില്ല. ഓൾട്ടർനേറ്റീവിനെ വെച്ച് ഒന്നുമില്ല മക്കളെ, ജനറൽ ഫോം ഓർമ്മ ഉണ്ടാണ് എ ടു ബി ഈക്വൽ ടു സി ടു ഡി ആണ് എല്ലാത്തിന്റെയും ജനറൽ ഫോം. പിന്നെ ബോക്സിലുള്ള കാര്യം പഠിച്ചാൽ എന്താ എ ടു സി ഈക്വൽ ടു ബി ടു ഡി. ഇത് മക്കളോട് ശ്രദ്ധിച്ചേ, എ കഴിഞ്ഞ ഒന്ന് ഇടവിട്ട് സി വന്നു, ഓൾട്ടർനേറ്റ്. ഓക്കെ, അങ്ങനെയായിട്ട് മനസ്സിൽ വിചാരിച്ചു. ബി കഴിഞ്ഞ് സി കഴിഞ്ഞിട്ടുള്ള ഡി, അപ്പൊ ബി ഡി. ഇവിടെ എ സി കോമൺ വെച്ച് ഒന്നുമില്ല മക്കളെ, ആഡ് ചെയ്യാനുള്ള മീനിങ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി ഇഷ്ടു ബി തന്നെ വരും, സി പ്ലസ് ഡി ഇഷ്ടു ഡി തന്നെ ഇവിടെ വരും. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 1:2 ഈക്വൽ ടു 3:4 ആണെങ്കിൽ എന്ത് ചെയ്താണ് 1+2:2 ഈക്വൽ ടു 3+4 ഈക്വൽ ടു 4 ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ഇത് ശരിയാ. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഒരു എക്സാമ്പിൾ അങ്ങനെ നടന്നുള്ളൂ. ഇവിടെ ചുമ്മാ ചെയ്തു നോക്കുമ്പോൾ കറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഇവിടെ വെച്ചാൽ മക്കളെ ഒന്നുമില്ല, എന്താ പ്ലസ് ഇട്ട സ്ഥാനത്ത് മൈനസ് ഇട്ടെടുത്താണ്. ഓക്കെ, ഇപ്പൊ ഡിവിഡൻഡ് ആണ്. അടുത്ത കോമൺ ആണ് ഡിവിഡൻഡോ. എന്താണ് മക്കളെ എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ഡിവൈഡ് ബൈ സി മൈനസ് ബി. അതല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാം, എ മൈനസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി ഈക്വൽ ടു സി മൈനസ് ഡി ഡിവൈഡ് ബൈ സി പ്ലസ് ബി. ഏതുമല്ല എഴുതാം, കുഴപ്പമില്ല. അടുത്ത ആൾട്ടർനേറ്റീവ് വെച്ച് എന്താണ് പ്ലസ് ചെയ്യുക, എല്ലാം പ്ലസ് ചെയ്ത് പോവാ. ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടൈം, ഫസ്റ്റ് ടൈം എല്ലാം കൂടി മുകളിൽ ന്യൂമിനേറ്ററിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ടൈം എല്ലാം കൂടി ആഡ് ചെയ്യുക. സബ്ട്രാക്റ്റിന് വെച്ച് എന്താണ് ഫസ്റ്റ് ടൈം എല്ലാം കൂടി സബ്ട്രാക്ട് ചെയ്യുക, സെക്കൻഡ് ടൈം എല്ലാം കൂടി ഡിനോമിനേറ്ററിൽ കുറയ്ക്കുക. ഇത്രയും ചെയ്താൽ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 8921240354 ജോയിൻ ചെയ്യുക, മെസ്സേജ് അയക്കുക. വാട്സപ്പില് ഓൺലൈനാണ്, റെക്കോർഡ് ക്ലാസ് ആണ് വേണ്ടതെന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻസ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ അടുത്ത ജനുവരിയിലേക്കുള്ള ക്ലാസ്സസും അവൈലബിൾ ആണ് കേട്ടോ. മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. സ്ക്രീൻ പകുതി വെച്ച് കട്ടായപ്പോ എവിടെ വെച്ച് കട്ട് ചെയ്ത് കൃത്യം ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഓടിച്ച് പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ജസ്റ്റ് റിവിഷൻ പോലെ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കണം. ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ.